ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകളിലെ താന്ത്രിക പ്രാധാന്യമേറിയ ഉത്സവബലി ദർശനത്തിന് പതിനായിരങ്ങളെത്തി. ക്ഷേത്രോത്സവത്തിന് 9ാം ദിവസമായ തിങ്കളാഴ്ച ഗ്രാമബലിയും പള്ളിവേട്ടയും നടക്കും. മാളാപ്പൊയ്യയിൽ 85-കാരിയെ പീഡിപ്പിച്ച കേസിൽ മധ്യവയസ്കനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൊയ്യ സ്വദേശി അഴിക്കോട്ടുകാരൻ രാജു ആണ് അറസ്റ്റിലായത്. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതി കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങുന്നു. പൂർത്തിയാകാത്ത പദ്ധതി അശാസ്ത്രീയമെന്ന് ആക്ഷേപം. ആദിവാസികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കുമുള്ള ഫണ്ട് ഭൂരിഭാഗവും ഇടനിലക്കാർ കൈയടക്കിയിരിക്കുകയായിരുന്നുവെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധിയിൽ ആദിവാസികളെ ചേർക്കുന്ന പദ്ധതിക്ക് വാഴച്ചാലിൽ തുടക്കമായി. പ്രകൃതിയെ സംരക്ഷിച്ചുള്ള പദ്ധതികളാണ് ഇക്കോ ടൂറിസത്തിൽ നടപ്പിലാക്കുകയെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ. ചിറ്റണ്ട, ചെറുചക്കിച്ചോല, കുന്നംകുളം, കിളിപ്പാടം ടൂറിസം പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകളിലെ താന്ത്രിക പ്രാധാന്യമേറിയ ഉത്സവബലി ദർശനത്തിന് പതിനായിരങ്ങളെത്തി. രാവിലെ പന്തീരടി പൂജയ്ക്ക് ശേഷമാണ് ഉത്സവബലി ചടങ്ങുകൾ ആരംഭിച്ചത്. സപ്തമാതൃക്കൾക്ക് ഹവിസ് തൂവി പുറത്തേക്ക് എഴുന്നള്ളുന്ന സമയത്ത് നാരായണനാമത്തിന്റെ അലയടികളാൽ ഭക്തിസാന്ദ്രമായിരുന്നു. ഹവിസ് തൂവി തുടങ്ങിയതോടെ നാലമ്പലത്തിനകത്ത് തെക്ക് ഭാഗത്ത് സ്വർണ്ണ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ച ഗുരുവായൂരപ്പനെ ദർശിക്കാനും ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. നാലമ്പലത്തിന് പുറത്ത് വലിയ ബലിക്കല്ലിലും ധ്വജദേവതകൾക്കും പരിപാലകർക്കും ഹവിസ് തൂവിയ ശേഷം ക്ഷേത്രപാലകനും ഹവിസ് തൂവി ചടങ്ങ് പൂർത്തീകരിച്ചു. തന്ത്രി ചേന ശ്രീകാന്ത് നമ്പൂതിരിപ്പാടാണ് ചടങ്ങുകൾ നിർവഹിച്ചത്. 6 മണിക്കൂറോളം നീണ്ടുനിന്ന ചടങ്ങിൽ തന്ത്രി, കീഴ്ശാന്തി, തിടമ്പെഴുന്നള്ളിക്കുന്ന നമ്പൂതിരി, വിളക്ക് പിടിക്കുന്നവർ എന്നിവരെല്ലാം ഉത്തരീയം ധരിച്ച് ജലപാനമില്ലാതെ ശുദ്ധോപാസനത്തിലായിരുന്നു. ഓരോ ദേവതകൾക്കും ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഹവിസ് സമർപ്പിച്ചത്. ഗുരുവായൂരപ്പൻ നേരിട്ട് പരിവാര ദേവതകൾക്ക് നിവേദ്യവും പൂജയും നൽകുന്നു എന്നതാണ് ഉത്സവബലിയിലെ സങ്കല്പം. ഉത്സവബലിയോടനുബന്ധിച്ചു നടന്ന ദേശസദ്യയിലും പകർച്ചയിലും പതിനായിരങ്ങൾ പങ്കെടുത്തു. പായസം ഉൾപ്പെടെയുള്ള വിഭവങ്ങളാണ് ദേശസദ്യയിൽ ഒരുക്കിയത്. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ 9ാം ദിവസമായ തിങ്കളാഴ്ച ഗ്രാമബലിയും പള്ളിവേട്ടയും നടക്കും. ചൊവ്വാഴ്ച നടക്കുന്ന ആറാട്ടോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും. തിങ്കളാഴ്ച സന്ധ്യയ്ക്ക് ഗ്രാമബലിക്കായി ഗുരുവായൂരപ്പൻ പുറത്തേക്ക് എഴുന്നള്ളും. പള്ളിവേട്ട 6-8 ദിവസങ്ങളിലെ ദീപാരാധനയ്ക്ക് വളരെ പ്രത്യേകതകളാണുള്ളത്. ഈ ദിവസങ്ങളിൽ ശ്രീകോവിലിനകത്ത് ദീപാരാധന പതിവില്ല. പകരം വലിയ ബലിക്കല്ല് പുരയിൽ എഴുന്നള്ളിയിരിക്കുന്ന സ്വർണ്ണത്തിടമ്പിന് മുന്നിലാണ് ദീപാരാധന നടത്തുക. പതിവായി മേൽശാന്തി നടത്തുന്ന ഈ ചടങ്ങ് ശാന്തിയേറ്റ കീഴ്ശാന്തിയാണ് നിർവഹിക്കുക എന്നത് പ്രത്യേകതയാണ്. വർഷത്തിൽ ഈയൊരു ദിവസം മാത്രമാണ് കീഴ്ശാന്തിമാർക്ക് ദീപാരാധന നിർവഹിക്കാൻ അവസരം ലഭിക്കുക. ദീപാരാധനയ്ക്ക് ശേഷമാണ് ഗുരുവായൂരപ്പൻ പുറത്തേക്ക് എഴുന്നള്ളുക. എഴുന്നള്ളിപ്പിന് മുന്നിൽ പതിവായി കൊട്ടുന്ന പഞ്ചാരിമേളത്തിന് പകരം പാണ്ടിമേളമാണ് കൊട്ടുക. വാളും പരിചയമേന്തി വേഷഭൂഷാദികളണിഞ്ഞ കൃഷ്ണനാട്ടം കലാകാരന്മാർ ഉടുത്തുകൊട്ടി അണിനിരക്കും. കൊടിക്കൂറകൾ, തഴകൾ, സൂര്യമറകൾ, കുത്തുവിളക്കുകൾ എന്നിവ എഴുന്നള്ളിപ്പിന് അകമ്പടിയാകും. ഭജനസംഘം കീർത്തനാലാപനവുമായി നടന്നു നീങ്ങും. ഗ്രാമബലി തൂവിക്കൊണ്ട് ഓദിക്കന്മാർ മുന്നിലുണ്ടാകും. മുക്കുമൂലകളിലും നാൽക്കൂട്ട പെരുവഴികളിലുമായി അജ്ഞാതരൂപത്തിൽ അധിവസിക്കുന്ന ദേവതകൾക്കാണ് ബലിതൂവൽ നടത്തുന്നത്. ഗ്രാമപ്രദക്ഷിണമെന്ന സങ്കല്പത്തിൽ ക്ഷേത്ര മതിലിന് പുറത്ത് പ്രദക്ഷിണം പൂർത്തിയാക്കി എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിനകത്ത് തിരിച്ചെത്തും. തുടർന്ന് പള്ളിവേട്ട ചടങ്ങുകൾ ആരംഭിക്കും. മേളം സമാപിച്ച ശേഷം പിടിയാനിയുടെ പുറത്ത് കാടിളക്കാൻ ഗുരുവായൂരപ്പൻ പുറപ്പെടും. ഒറ്റച്ചെണ്ട, ശംഖ്, ചേങ്ങില എന്നിവ അകമ്പടിയാകും. ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് കടന്ന് കല്യാണ മണ്ഡപം വരെ ചെന്നാണ് കാടിളക്കൽ. അവകാശിയായ പുതിയേടത്ത് പിഷാരോടി 3 തവണ പന്നിമാനുഷങ്ങളുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചാൽ പക്ഷിമൃഗാദികളുടെ വേഷം കെട്ടിയവർ ഓടി ക്ഷേത്രഗോപുരം കടന്ന് അകത്തെത്തും. ഇവയെ പിടികൂടാനെന്ന സങ്കല്പത്തിൽ സ്വർണ്ണത്തിടമ്പേറ്റിയ ആന ഓടിക്കൊണ്ട് പിന്തുടരും. 9 തവണ ക്ഷേത്രം വലം വെച്ചു കഴിഞ്ഞാൽ കൂട്ടത്തിലെ ദുഷ്ടമൃഗമായ പന്നിയെ അമ്പെയ്ത് ഭഗവാന്റെ പള്ളിവേട്ട പൂർത്തിയാക്കും. തുടർന്ന് ഭഗവാന്റെ പള്ളിയുറക്കമാണ്. വെള്ളിക്കട്ടിലിൽ പട്ടുമെത്തയിൽ ഉരുളൻ തലയിണ ഒരുക്കിയതിൽ നമസ്കാര മണ്ഡപത്തിലാണ് ഗുരുവായൂരപ്പന്റെ ശയ്യാഗ്രഹം. പള്ളിവേട്ടയിലെ ക്ഷീണം കാരണം അത്താഴം പോലും കഴിക്കാതെയാണ് പള്ളിയുറക്കമെന്നാണ് വിശ്വാസം. പള്ളിവേട്ടയ്ക്ക് ഭംഗം വരാതിരിക്കാൻ ഈ ദിവസം ക്ഷേത്ര പരിസരം നിശ്ചലമായിരിക്കും. മണിക്കൂർ ഇടവിട്ടടിക്കുന്ന ക്ഷേത്രമണി പോലും ഈ സമയത്തടിക്കില്ല. വർഷത്തിൽ ഈയൊരു സമയത്ത് മാത്രമാണ് ക്ഷേത്ര നാഴികമണി അടിക്കാതിരിക്കുക. പിറ്റേന്ന് പുലർച്ചെ പശുക്കുട്ടിയുടെ കരച്ചിൽ കേട്ടാണ് ഭഗവാൻ പള്ളി ഉണരുക. ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെ നടക്കുന്ന ആറാട്ടിന് ശേഷം 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് കൊടിയിറങ്ങും. TCV, ഗുരുവായൂർ.
മാള പൊയ്യയിൽ 85-കാരിയെ പീഡിപ്പിച്ച കേസിൽ മധ്യവയസ്കനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൊയ്യ സ്വദേശി അഴിക്കോട്ടുകാരൻ രാജുവിനെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച രാവിലെ 10:30-യോടെയാണ് സംഭവം. മകനുമൊത്ത് താമസിക്കുന്ന വയോധികയെ മകൻ പുറത്തുപോയ സമയത്ത് പീഡിപ്പിച്ചു എന്നാണ് പരാതി. ഇതിനു മുൻപും ഇയാൾ പീഡിപ്പിച്ചിട്ടുണ്ടെന്നും പരാതിയുണ്ട്. കടുത്ത മദ്യപാനിയായ രാജു വയോധികയുടെ മകന്റെ സുഹൃത്തുകൂടിയാണ്. സംഭവശേഷം ഒളിവിൽ പോയ ഇയാളെ മാള പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതി മെയ് 15-ന് കമ്മീഷൻ ചെയ്യുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഗുരുവായൂർ ശ്രീവത്സം ഗസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു മന്ത്രി. പദ്ധതിയുടെ 1-3 മേഖലകളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. 2ാം മേഖല അടുത്ത വർഷം മാർച്ചിൽ പൂർത്തീകരിക്കും. വർഷങ്ങളായി പ്രവർത്തനരഹിതമായി കിടക്കുന്നത് മൂലം നശിച്ച മെഷീനറികൾ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റി ഇറിഗേഷൻ ഓഫീസുകൾ പൂർണ്ണമായും സോളാർ സംവിധാനത്തിലേക്ക് മാറും. ഇതുമൂലം അമിത വൈദ്യുതി കുടിശ്ശിക വരുത്തുന്നത് ഒഴിവാക്കാൻ കഴിയും. കാലപ്പഴക്കം ചെന്ന കുടിവെള്ള പൈപ്പുകൾ സമ്മർദ്ദം കൂടി പൊട്ടുന്നത് ഒഴിവാക്കാൻ പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരും. ജലസേചന പദ്ധതികളുടെ ശേഷി പ്രയോജനപ്പെടുത്താൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിവാദങ്ങളുടെ അഴുക്ക് പുരണ്ട ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതി വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കമ്മീഷൻ ചെയ്യാനൊരുങ്ങുന്നു. അശാസ്ത്രീയമായ സംവിധാനങ്ങളോടെ ഭാഗികമായി കമ്മീഷൻ ചെയ്യുന്ന പദ്ധതി എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് കണ്ടറിയാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. 4 പതിറ്റാണ്ടിലധികമായി ഇപ്പോൾ ശരിയാക്കി തരാമെന്ന അധികൃതരുടെ സ്ഥിരം പല്ലവിയുടെ അവസാനത്തെ വാക്കായി മാത്രമാണ് വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പ്രസ്താവനയെ നാട്ടുകാർ നോക്കിക്കാണുന്നത്. പദ്ധതി കമ്മീഷൻ ചെയ്താലും മാലിന്യ സംസ്കരണം എത്രത്തോളം പ്രായോഗികമായിരിക്കുമെന്ന ആശങ്കയുമുണ്ട്. പദ്ധതി പ്രകാരം നേരത്തെ മലിനജലം സംസ്കരിക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ഇത് പ്രകാരമാണ് റോഡ് വെട്ടിപ്പൊളിച്ച് പൈപ്പിട്ടത്. എന്നാൽ പിന്നീടത് സീവേജ് പദ്ധതിയിലേക്ക് പരിണാമം നടത്തി. ഇത് പ്രകാരം ഗുരുവായൂർ ക്ഷേത്രനഗരിയിലെ 150ഓളം ലോഡ്ജുകളിലെയും 100 കണക്കിന് വീടുകളിലെയും ശുചിമുറി മാലിന്യം സംസ്കരിക്കുന്ന തരത്തിലേക്ക് വഴിമാറി. എന്നാൽ നേരത്തെ ഇട്ടിരുന്ന പൈപ്പുകൾ ഇതിന് അനുയോജ്യമാണോ എന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് തന്നെ സംശയമുണ്ട്. മാൻഹോളുകളുടെയും സൈഡ് ചേംബറുകളുടെയും അശാസ്ത്രീയമായ സംവിധാനവും ഈ സംശയത്തിന് ആക്കം കൂട്ടുന്നു. നിലവിൽ ചെറിയ ചാറ്റൽ മഴയുണ്ടായാൽ പോലും മാൻഹോളിൽ നിന്ന് വെള്ളം പുറത്തേക്കൊഴുകുന്ന അവസ്ഥയാണ്. പദ്ധതി യാഥാർത്ഥ്യമായാൽ മാൻഹോളിൽ നിന്ന് വെള്ളത്തിനു പകരം ശുചിമുറി മാലിന്യം ഒഴുകുമോ എന്നാണ് നാട്ടുകാർ ആശങ്കപ്പെടുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ ധനസഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയിൽ വ്യാപകമായ തോതിൽ അഴിമതിയുണ്ടെന്ന ആരോപണം ശക്തമായിരുന്നു. ഇത് സംബന്ധിച്ച് നിരവധി പരാതികളാണ് വിജിലൻസിന് ലഭിച്ചിട്ടുള്ളത്. പദ്ധതിക്ക് വേണ്ടി റോഡ് വെട്ടിപ്പൊളിച്ച് നാട്ടുകാരെ ദുരിതത്തിലാക്കിയതിനെ തുടർന്ന് ഹർത്താലുകൾ അടക്കമുള്ള സമരപരിപാടികൾക്കാണ് ക്ഷേത്രനഗരം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ ഒരു ജീവൻ പൊലിയേണ്ടി വന്ന സ്ഥിതിവിശേഷം സംജാതമായിരുന്നു. പദ്ധതിക്ക് വേണ്ടി ലക്ഷങ്ങൾ ചിലവഴിച്ച് സ്ഥാപിച്ച യന്ത്രസാമഗ്രികൾ വർഷങ്ങളോളം പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് തുരുമ്പെടുത്ത് നശിച്ചിരിക്കുകയാണ്. ഇവ അറ്റകുറ്റപ്പണി നടത്തിയാണ് വീണ്ടും പ്രവർത്തന സജ്ജമാക്കുന്നത്. പദ്ധതിക്ക് വേണ്ടി നഷ്ടം വരുത്തിയ തുക ഇവരിൽ നിന്ന് തിരിച്ചുപിടിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ഗുരുവായൂർ. ആദിവാസികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും പുനരധിവാസത്തിനും ക്ഷേമത്തിനുമായി നിരവധി ഫണ്ടുകൾ വരുന്നുണ്ടെങ്കിലും ഭൂരിഭാഗവും ഇടനിലക്കാർ കൈയടക്കുന്ന അവസ്ഥയാണ് ഇക്കാലം അത്രയും നിലനിന്നിരുന്നതെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. എന്നാൽ ഇപ്പോൾ ഇതിന് മാറ്റം വന്നിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ആദ്യമായി മത്സ്യത്തൊഴിലാളി ക്ഷേമനിധിയിൽ ആദിവാസികളെ ചേർക്കുന്ന പദ്ധതി വാഴച്ചാലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. LDF സർക്കാർ അധികാരത്തിൽ വന്നത് മുതലാണ് ഇടത്തട്ടുകാരെ ഒഴിവാക്കുന്ന നടപടികൾ സ്വീകരിച്ചത്. ആദിവാസി മേഖലയിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. BD ദേവസി MLA അധ്യക്ഷനായി. അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ വർഗീസ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വിജു വാഴക്കാല, ജില്ലാ പഞ്ചായത്ത് അംഗം CG സിനി, ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ER സന്തോഷ്, വാഴച്ചാൽ DFO SV വിനോദ്, പഞ്ചായത്ത് അംഗം ചന്ദ്രിക ഷിബു എന്നിവർ സംസാരിച്ചു. പ്രകൃതിയെ സംരക്ഷിച്ചുള്ള പദ്ധതികളാണ് ഇക്കോ ടൂറിസത്തിൽ നടപ്പിലാക്കുകയെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. ചിറ്റണ്ട ചെറുചക്കിച്ചോല ഇക്കോ ടൂറിസം പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന സംരക്ഷണം തങ്ങളുടെ കർത്തവ്യമായി ഓരോ വ്യക്തിയും ഏറ്റെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു. സംരക്ഷണം കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇക്കോ ടൂറിസം. അല്ലാതെ വിനോദസഞ്ചാര ആളുകളെ ആകർഷിക്കൽ മാത്രമല്ല, അത് പരമാവധി പ്രയോജനപ്പെടുത്തണം. ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ നമുക്കാകണം. അതിൻ്റെ ഭാഗമായി വനസംരക്ഷണവും ഒരു മുഖ്യ വിഷയമായി മാറണം എന്നുള്ളതാണ് ഇക്കോ ടൂറിസത്തിന്റെ പ്രാധാന്യം. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് മുഖ്യാതിഥിയായി. ജനപ്രതിനിധികൾ ജില്ലാ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ കുറ ശ്രീനിവാസ്, വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ R സെൽസ്റ്റോറിയോൽ മാറോക്കി എന്നിവർ സംസാരിച്ചു.
പരിസ്ഥിതി സൗഹാർദ്ദ ടൂറിസം പദ്ധതിയായ കുന്നംകുളം കിളിപ്പാടം ടൂറിസം പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി എ.സി. മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ദേശാടന കിളികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന കാക്കത്തുരുത്ത് കിളിപ്പാടത്ത് പക്ഷി നിരീക്ഷണത്തിനും പഠനത്തിനും ഉൾപ്പെടെയുള്ള സൗകര്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുക. വെട്ടിക്കടവ്, കിഴൂർ, തിരുത്തിക്കാട് പാടശേഖരങ്ങളെ സമന്വയിപ്പിച്ച് ഇവിടുത്തെ സൗന്ദര്യം സഞ്ചാരികൾക്ക് ആസ്വദിക്കാനാകും വിധമാണ് പദ്ധതി. ഇരിപ്പിടം, പ്രത്യേക നിരീക്ഷണ കേന്ദ്രം, പാർക്കിംഗ്, നൂറടിത്തോടിന്റെ ഇരുവശത്തുമായി 4 മീറ്റർ വീതിയിൽ 1 കിലോമീറ്റർ ദൂരമുള്ള നടപ്പാത, ബോട്ട് സവാരി തുടങ്ങിയവയാണ് പദ്ധതിയിലുള്ളത്. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വി.കെ. ശ്രീരാമൻ, പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തയിലേക്ക്. ഗുരുവായൂരിൽ പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ നിർത്തിയിട്ടിരുന്ന 2 വാഹനങ്ങളുടെ ചില്ല് തകർത്ത മോഷണം. 6 മൊബൈൽ ഫോണുകളും 10,000 രൂപയും നഷ്ടപ്പെട്ടു. മലപ്പുറം ചേമ്പലത്ത് ഷിബു, കണ്ണൂർ നരിയമ്പുള്ളി അനിൽകുമാർ എന്നിവരുടെ വാഹനങ്ങളാണ് മോഷണം നടന്നത്. ഷിബുവും സംഘവും എത്തിയ വാഹനത്തിൽ നിന്ന് 3 മൊബൈൽ ഫോണുകളും 1,500 രൂപയും വാനിറ്റി ബാഗുകളുമാണ് നഷ്ടപ്പെട്ടത്. അനിൽകുമാറിന്റെ വാഹനത്തിൽ നിന്ന് 3 മൊബൈൽ ഫോണുകളും 8,000 രൂപയുമാണ് മോഷണം പോയത്. രാവിലെ 5-നും 6-നും ഇടയിലാണ് 2 മോഷണങ്ങളും നടന്നത്. കിഴക്കേനടയിൽ കൗസ്തുഭം പാർക്കിംഗ് ഗ്രൗണ്ടിലായിരുന്നു വാഹനങ്ങൾ നിർത്തിയിട്ടിരുന്നത്. മൊബൈലുകളും ബാഗുകളും വാഹനത്തിൽ സൂക്ഷിച്ചാണ് എല്ലാവരും ദർശനത്തിന് പോയത്. ഉത്സവ തിരക്ക് കണക്കിലെടുത്ത് നിരവധി പോലീസുകാരും ദേവസ്വം ജീവനക്കാരും സുരക്ഷയൊരുക്കുന്നതിനിടയിലാണ് മോഷണം നടന്നിട്ടുള്ളത്. പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിരീക്ഷണ ക്യാമറകൾ ഉണ്ടെങ്കിലും മോഷണം നടന്ന സ്ഥലത്തെ ദൃശ്യം പതിഞ്ഞിരുന്നില്ല. തൃപ്രയാറിൽ 2 ഇടങ്ങളിലായി തീപിടുത്തം. തൃപ്രയാർ സെൻട്രൽ ട്രാഫിക് സിഗ്നലിന് വടക്കു ഭാഗത്തെ പറമ്പിലായിരുന്നു ആദ്യം തീപിടുത്തമുണ്ടായത്. ഷീറ്റുകൾ കൊണ്ട് അടച്ചുകെട്ടിയ പറമ്പിൽ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾക്ക് പുറമെ പാഴ്പുല്ലുകളും നിറഞ്ഞിരുന്നു. ഒരു ഭാഗത്ത് നിന്നുയർന്ന തീ നിമിഷ നേരം കൊണ്ടാണ് വ്യാപിച്ചത്. തുണിക്കടകൾ ഉൾപ്പെടെ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയായതിനാൽ അഗ്നിബാധ ആശങ്ക പരത്തി. സമീപത്തെ കടകളിലെ ജീവനക്കാർ മോട്ടോർ പമ്പ് ഉപയോഗിച്ച് തീ അണയ്ക്കുകയായിരുന്നു. പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തള്ളുന്നത് പതിവാണ്. തൃപ്രയാർ ക്ഷേത്രത്തിന് വടക്കു ഭാഗത്തെ പറമ്പിലും തീ പിടിച്ചുവെങ്കിലും ഉടൻ തീ അണയ്ക്കാനായി. അത്താണിയിൽ ജനവാസ മേഖലയിലെ അഗ്നിബാധ ഭീതി പരത്തി. അത്താണി ആനയടത്ത് വിഷ്ണു ക്ഷേത്രത്തിന് പിറകിൽ സ്വകാര്യ വ്യക്തിയുടേതുൾപ്പെടെ ഏക്കർ കണക്കിന് പ്രദേശം കത്തിനശിച്ചു. നാട്ടുകാരും വടക്കാഞ്ചേരിയിൽ നിന്നെത്തിയ അഗ്നിശമന സേനാംഗങ്ങളും തീയണയ്ക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. സംസ്ഥാനത്ത് 141 സ്കൂളുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു. വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുജന പങ്കാളിത്തത്തോടെ കേരളത്തിലെ മുഴുവൻ സ്കൂളുകളും മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു. ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളിലും അധ്യാപകരിലും ഒതുങ്ങി നിൽക്കുന്ന പഠന പ്രക്രിയയ്ക്കപ്പുറം നിരവധി മേഖലകളിലൂടെ പഠനം സാധ്യമാകുന്ന ഒരു ജനകീയ വിദ്യാഭ്യാസ പരിപാടി ആണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. 1 കോടി രൂപ ചെലവഴിച്ച് നടത്തുന്ന സ്കൂൾ ഗ്രൗണ്ടിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ.സി. മൊയ്തീൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷയായി. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി ദിലീപ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം കല്യാണി എസ്. നായർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TM അബ്ദുൾ റഷീദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശുഭ അനിൽകുമാർ, സ്വപ്ന രാമചന്ദ്രൻ, ടി. ശോഭി എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ കൂനമുച്ചിയിൽ കലുങ്ക് നിർമ്മാണത്തിനായി അടച്ചിട്ടിരുന്ന റോഡ് തുറന്നുകൊടുത്തു. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. നേരത്തെയുണ്ടായിരുന്ന കലുങ്ക് തകർന്ന് അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് പുതിയ കലുങ്ക് നിർമ്മിച്ചത്. സംസ്ഥാന പാതയിൽ കലുങ്ക് നിർമ്മാണത്തിനായി മുൻകരുതലില്ലാതെ റോഡ് മൊത്തമായി അടച്ചത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞതോടെ ബസ്സുകളടക്കമുള്ള വലിയ വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങി. റോഡ് അടച്ചതുമൂലം ജനങ്ങൾ ദുരിതത്തിലായത് സംബന്ധിച്ച് TCV വാർത്ത നൽകിയിരുന്നു. എറിയാട് യു ബസാറിൽ യുവാവിനെ കുളക്കരയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ തെളിവ് തേടി കൊടുങ്ങല്ലൂർ പോലീസ് കുളം വറ്റിച്ചു. വേലമ്പടി കോളനി പാറാശ്ശേരി ഷിബിന്റെ മൃതദേഹമാണ് ഈ മാസം ഫെബ്രുവരി 10-ന് കുളക്കരയിൽ കണ്ടെത്തിയത്. ആത്മഹത്യ എന്ന നിലയിലാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം കണ്ടെത്താനായില്ല.
ഷിബിന്റെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ച് സമരപരിപാടികൾ ആവിഷ്കരിക്കുന്നതിനിടയിലാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. കുളം വറ്റിച്ചുവെങ്കിലും അന്വേഷണത്തിന് സഹായകരമായ തെളിവുകളൊന്നും ലഭിച്ചില്ല. സംസ്ഥാനത്ത് പദ്ധതികൾ പൂർത്തിയാക്കുന്നതിൽ കാലതാമസം നേരിടുന്ന പ്രവണതയാണ് കണ്ടുവരുന്നതെന്നും ഇത് പൊതുഖജനാവിന് വലിയ നഷ്ടമുണ്ടാക്കുമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കരുവന്നൂർ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ഗുരുവായൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 7000 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതികളാണ് എങ്ങുമെത്താതെ നിൽക്കുന്നത്. നഗരസഭകൾ, പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്ത്, വാട്ടർ അതോറിറ്റി എന്നിവയുടെയെല്ലാം കൂട്ടായ്മയോടെ ഇവ പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. KV അബ്ദുൽ ഖാദർ MLA അധ്യക്ഷത വഹിച്ചു. CN ജയദേവൻ MP മുഖ്യ അതിഥിയായിരുന്നു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ പദ്ധതി വിഹിതമായി 75 ലക്ഷം രൂപ ചടങ്ങിൽ കൈമാറി. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ VS രേവതി, ചാവക്കാട് നഗരസഭാ ചെയർമാൻ NK അക്ബർ, വൈസ് ചെയർമാൻമാരായ KP വിനോദ്, മഞ്ജുഷ സുരേഷ്, ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ്, അഡ്മിനിസ്ട്രേറ്റർ SP ശിശിർ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് കാർ അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന മകനെ കാണാനെത്തിയ പിതാവ് കുഴഞ്ഞു വീണ് മരിച്ചു. ഇരട്ടപ്പുഴ സ്കൂളിന് സമീപം കിഴക്കൂട്ട് 51 വയസ്സുള്ള പ്രകാശനാണ് മരിച്ചത്. വെള്ളിയാഴ്ച അർദ്ധരാത്രിയാണ് ദേശീയപാതയിൽ മുത്തമാവ് സെന്ററിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പ്രകാശിന്റെ മകൻ പ്രജിത്തിന് പരിക്കേറ്റത്. തിങ്കളാഴ്ച വിദേശത്ത് പോകേണ്ടിയിരുന്ന പ്രജിത്ത് ബന്ധുവീടുകൾ സന്ദർശിച്ച് മടങ്ങുമ്പോഴായിരുന്നു അപകടം. ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മകനെ കാണാനെത്തി ആശുപത്രിയിൽ കുഴഞ്ഞു വീണ പ്രകാശിനെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരിക്കുകയായിരുന്നു. മത്സ്യത്തൊഴിലാളിയായ പ്രകാശൻ പ്രളയസമയത്ത് ചാലക്കുടിയിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ ചങ്ങരംകുളം വളയംകുളത്ത് നിയന്ത്രണം വിട്ട കാർ നിർത്തിയ ലോറിക്ക് പിറകിലിടിച്ച് മൂവാറ്റുപുഴ സ്വദേശികളായ 2 പേർ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൂവാറ്റുപുഴ കട്ടക്കായം കണ്ടോത്തിക്കുടി വളപ്പിൽ 29 വയസ്സുള്ള ഷിബിൻ, വാഴപ്പിള്ളി പടിഞ്ഞാറേച്ചാലിൽ 28 വയസ്സുള്ള സമർ P യൂസഫ് എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ മൂവാറ്റുപുഴ ചെരുവിക്കാട്ടിൽ ഷാജി തൃശൂർ അശ്വിനി ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. വളയംകുളത്ത് റോഡരികിൽ നിർത്തിയിട്ട ലോറിക്ക് പിറകിൽ ഇവർ സഞ്ചരിച്ച കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇടിച്ചുകയറുകയായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി 6th ഡാൻ ബ്ലാക്ക് ബെൽറ്റ് നേടിയ ബോധിധർമ്മ JKS ഇന്ത്യ അക്കാദമി ഡയറക്ടർ അഡ്വക്കേറ്റ് KS മനോജിനെ കുന്നംകുളത്ത് ആദരിച്ചു. ജില്ലാ ക്രൈംബ്രാഞ്ച് പോലീസ് സൂപ്രണ്ട് KS സുദർശൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭ അധ്യക്ഷ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. കരാത്തെ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ബാബു M പാലിശ്ശേരി, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷിഹാൻ ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ സുവർദ്ധൻ ഗുരുക്കൾ, അഡ്വക്കേറ്റ് രാജീവ്, റിട്ടയർഡ് DYSP KB സുരേഷ് എന്നിവർ സംസാരിച്ചു. ഞമ്മനങ്ങാട് സ്വദേശിയാണ് മനോജ്. നുണപ്രചരണം നടത്തിയും വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചും തന്നെ അപകീർത്തിപ്പെടുത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവും കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ലിബിൻ K മോഹൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി രാജൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രളയബാധിതർക്കുള്ള നഷ്ടപരിഹാര തുക കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി രാജൻ കൃത്രിമ രേഖയുണ്ടാക്കി കൈവശപ്പെടുത്തിയെന്ന ആരോപണത്തിനെതിരെ പ്രതികരിക്കുകയായിരുന്നു പ്രസിഡന്റ്. പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണ്. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ പേരിൽ എൻ്റെ വീടിൻ്റെ മുകളിലേക്ക് മരം വീണു എന്നുള്ളത് സത്യമാണ്. അതുപോലെ തന്നെ അത് ഉദ്യോഗസ്ഥരെ ഞാൻ അറിയിച്ചിട്ടുമുണ്ട്. അതിൻ്റെ പേരിൽ 1 രൂപ തട്ടിയെടുക്കാനോ പേര് മാറ്റി അപേക്ഷ നൽകാനോ ഒന്നും തന്നെ ഞാൻ ശ്രമിച്ചിട്ടില്ല. സർവ്വമേഖലകളിലും വികസന പ്രവർത്തനങ്ങളിൽ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയെ താഴ്ത്തി കാണിക്കാനാണ് കോൺഗ്രസ് നുണപ്രചാരണങ്ങൾ നടത്തുന്നതെന്നും രമണി രാജൻ പറഞ്ഞു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് രമണി രാജനെതിരെ കോൺഗ്രസ് കള്ളപ്രചരണം നടത്തുകയാണെന്ന് ആരോപിച്ച് CPM പാഴിയോട്ടുമുറിയിൽ പന്തംകൊളുത്തി പ്രകടനം നടത്തി. പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ അസൂയ പൂണ്ട പ്രതിപക്ഷം നുണപ്രചരണങ്ങൾ നടത്തുകയാണെന്ന് ഇവർ ആരോപിച്ചു. അഡ്വക്കേറ്റ് പ്രജിത് കുമാർ, PE ബാബു, നയനൻ, സരീഷ്, മണികണ്ഠൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ,
ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തയിലേക്ക്. വരന്തരപ്പള്ളി രാമചന്ദ്ര മാസ്റ്റർ റോഡിനോട് ചേർന്നുള്ള ആൾമറയില്ലാത്ത കുളം അപകട ഭീഷണിയാകുന്നു. കുളത്തിന് സംരക്ഷണ ഭിത്തി കെട്ടണമെന്ന് പലതവണ ഗ്രാമസഭയിൽ ഉൾപ്പെടെ ആവശ്യപ്പെട്ടുവെങ്കിലും ഫലമുണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. സ്കൂൾ ബസ്സുകളും സ്വകാര്യ വാഹനങ്ങളും ഉൾപ്പെടെ സർവീസ് നടത്തുന്ന റോഡിൽ അപകട ഭീഷണി തടയാൻ പഞ്ചായത്ത് അടിയന്തരമായി ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ ആവശ്യം കണക്കിലെടുത്ത് റോഡരികിലെ പൊന്തക്കാടുകൾ മനുഷ്യാവകാശ സംരക്ഷണ പരിസ്ഥിതി മിഷൻ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. ജില്ലാ സെക്രട്ടറി സുരേഷ് ചെമ്മനാടൻ, ഷിഹാബ് പെരുവാൻകുഴിയിൽ, സുകുമാരൻ പാലപ്പള്ളി, കെ സുരേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. പുന്നിയൂർ പഞ്ചായത്തിലെ എടക്കഴിയൂർ പഞ്ചവടി കടപ്പുറത്ത് കടലാമകൾ വിരിഞ്ഞിറങ്ങി. ഈ സീസണിൽ ആദ്യം കൂടുവെച്ച കടലാമയുടെ 91 മുട്ടകളിൽ 81 കുഞ്ഞുങ്ങളാണ് വിരിഞ്ഞിറങ്ങിയത്. ഗുരുവായൂർ ഗ്രീൻ ഹാബിറ്റാറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ടർട്ടിൽ വാക്കിനിടയിലാണ് കടലാമ കൂടുവെക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. തിരയിൽ നിന്ന് 40 അടിയോളം അകലെയാണ് കടലാമ കൂടുവെച്ചത്. 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഷെഡ്യൂൾ 1 ഉൾപ്പെടുത്തി സംരക്ഷിക്കുന്ന ജീവിവർഗമാണ് കടലാമകൾ. എന്നാൽ കടലാമകളുടെ മുട്ടകൾ കടപ്പുറത്തുനിന്ന് ശേഖരിച്ച് പ്രാദേശിക കടകളിൽ വിൽപ്പനയ്ക്ക് വയ്ക്കുന്നത് പതിവായിരുന്നു. ഈ പ്രവണതയ്ക്കെതിരെ ഗ്രീൻ ഹാബിറ്റാറ്റ് പ്രാദേശികമായി ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് പ്രവർത്തനം തുടങ്ങിയത്. പിന്നീട് കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളികളും യുവജന സംഘടനകളും ക്ലബ്ബുകളുമൊക്കെ പിന്തുണയുമായി എത്തുകയായിരുന്നു. NJ ജെയിംസ്, ലോക്കൽ ഫോട്ടോഗ്രാഫറും ഗ്രീൻ ഹാബിറ്റാറ്റിന്റെ കടലാമ സംരക്ഷണ ഓഫീസറുമായ സലീം ഐ ഫോക്കസ്, മറൈൻ ബയോളജിസ്റ്റ് ഡോക്ടർ സുജിത് സുന്ദരം എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചവടി കടപ്പുറത്ത് ഹാച്ചറിയും ടർട്ടിൽ റെസ്ക്യൂ സെന്ററും പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതുവരെ 3500ഓളം കടലാമ കുഞ്ഞുങ്ങളെ കടലിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇപ്രാവശ്യം ജനുവരി 4-നാണ് കടലാമകൾ മുട്ടയിടാനെത്തിയത്. മുട്ടകൾ ഹാച്ചറിയിലേക്ക് മാറ്റി നീണ്ട 48 ദിവസങ്ങൾക്ക് ശേഷമാണ് 81 കടലാമ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയത്. പൊന്നിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബുഷ്ര ഷംസുദ്ദീൻ, സൊസൈറ്റി പ്രസിഡന്റ് അബ്ദുറഹ്മാൻ, ഗ്രീൻ ഹാബിറ്റാറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ NJ ജെയിംസ്, ഗ്രീൻ ഹാബിറ്റാറ്റ് കടലാമ സംരക്ഷണ ഓഫീസർ സലീം ഐ ഫോക്കസ്, ഡോക്ടർ സുജിത് സുന്ദരം എന്നിവർ കടലാമ കുഞ്ഞുങ്ങളെ കടലിലിറക്കാൻ പഞ്ചവടി കടപ്പുറത്ത് എത്തിയിരുന്നു. TCV ചാവക്കാട്. കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കിടത്ത് ഉദ്ഘാടനം ചെയ്തു. മനുഷ്യാവകാശ സംരക്ഷണ സമിതി താലൂക്ക് പ്രസിഡന്റ് മുഹമ്മദ് ചൂലൂക്കാരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് സജീവൻ നടത്ര സന്നിഹിതനായിരുന്നു. വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹനായ കയ്പമംഗലം SI KG ജിനേഷ്, മാധ്യമപ്രവർത്തകൻ TH ജബ്ബാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കൊടുങ്ങല്ലൂരിലെ ആനാപ്പുഴയിൽ 10 സ്ത്രീകൾ ചേർന്ന് തുടക്കമിട്ട സംരംഭത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് നാട്ടുകാർ. സെക്യൂർ എന്ന പേരിൽ സ്ത്രീകൾക്കായുള്ള സാനിറ്ററി നാപ്കിൻ നിർമ്മാണ യൂണിറ്റാണ് ഇവർ നടത്തുന്നത്. കുടുംബശ്രീ അംഗങ്ങളായ ഇവർ വ്യവസായ വകുപ്പ് മുഖേനയാണ് ഈ സംരംഭത്തിലേക്ക് ചുവടുവെച്ചത്. വ്യത്യസ്തമായൊരു തൊഴിൽ സംരംഭമെന്ന നിലയ്ക്കാണ് ഇവർ നാപ്കിൻ നിർമ്മാണം തെരഞ്ഞെടുത്തത്. 3 വർഷത്തോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഈ സംരംഭം യാഥാർത്ഥ്യമായത്. കുടുംബശ്രീ യൂണിറ്റുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പ്രധാന വിപണനം. മാർക്കറ്റിലെ വമ്പൻ കുത്തക ബ്രാൻഡുകളോട് മത്സരിച്ചു വേണം ഈ സംരംഭത്തിന് നിലനിൽക്കാൻ. എങ്കിലും ആത്മവിശ്വാസം കൈമുതലാക്കി ഇവർ മുന്നോട്ട് നീങ്ങുകയാണ്. സ്ത്രീകൾക്കാവശ്യമുള്ള ഒരു ഉൽപ്പന്നം അത് സ്ത്രീകൾ തന്നെ പ്രാദേശികമായി നിർമ്മിക്കുന്നത് വഴി സ്ത്രീ ശാക്തീകരണത്തിന്റെ പുതിയ വഴി തുറക്കുകയാണിവർ. TCV കൊടുങ്ങല്ലൂർ. ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശത്തിന്റെ കോലമേറ്റുന്ന ആനകൾക്കുള്ള നെറ്റിപ്പട്ടത്തിന്റെ സമർപ്പണം ഉത്രാളിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ നടന്നു. കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് AK സതീഷ് കുമാർ, എങ്കിക്കാട് വടക്കാഞ്ചേരി ദേശ കമ്മിറ്റി ഭാരവാഹികളായ തുളസി കണ്ണൻ, PG അശോകൻ, PN ഗോകുലൻ, പൂരം ചീഫ് കോർഡിനേറ്റർ CA ശങ്കരൻകുട്ടി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രശസ്തമായ എരുവായി ചിറവരമ്പത്ത് പൂരാഘോഷത്തിന് തുടക്കമായി. രാവിലെ വിശേഷാൽ പൂജകളോടെയാണ് ഉത്സവത്തിന് തുടക്കമിട്ടത്. 1 മണിക്ക് നടപ്പുരം മേളത്തോടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. തിരുവനം കുട്ടന്മാരാരുടെയും വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെയും നേതൃത്വത്തിൽ 100-ലധികം കലാകാരന്മാരാണ് നടപ്പുരം മേളത്തിന് അണിനിരന്നത്. 50 ആനകൾ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നു. മംഗലാംകുന്ന ഗണപതി ഭഗവതിയുടെ തിടമ്പേറ്റി. തിങ്കളാഴ്ച പുലർച്ചെ 1-ന് പൂരം ആവർത്തനവും ഉച്ചതിരിഞ്ഞ വേല മഹോത്സവവും നടക്കും. രാത്രി 10-ന് ഗുരുതിയോടെയാണ് ക്ഷേത്രോത്സവത്തിന് സമാപനം കുറിക്കുന്നത്.
അരുവായ് ചിറവരമ്പത്തുകാവ് ക്ഷേത്രോത്സവത്തിനിടെ ആന ഇടഞ്ഞു. ചിറക്കൽ പരമേശ്വരൻ, നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ എന്നീ ആനകളാണ് ഇടഞ്ഞത്. കൂട്ടിയെഴുന്നള്ളിപ്പിനിടയിലാണ് സംഭവം. ആന ഇടഞ്ഞതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി. തിക്കിലും തിരക്കിലും പെട്ട് 2 പേർക്ക് പരിക്കേറ്റു. കാട്ടകാമ്പാൽ മാരത്ത് രാമദാസ്, വടകര സ്വദേശി രാധാകൃഷ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എലിഫന്റ് സ്ക്വാഡ് എത്തിയാണ് ആനകളെ തളച്ചത്. രണ്ട് നിർധന യുവതികൾക്ക് കൂടി മംഗല്യഭാഗ്യം ഒരുക്കി ആൽഫ പാലിയേറ്റീവ് കെയർ. ആൽഫയുടെ പരിചരണത്തിലുള്ള രോഗികളുടെ പെൺമക്കൾക്കായാണ് വർഷം തോറും സമൂഹ വിവാഹം നടത്തുന്നത്. ചാമക്കാല ചാരിച്ചട്ടി വീട്ടിൽ പറയത്തിനായ ഷൺമുഖന്റെ മകൾ ധന്യയും എടത്തിരിഞ്ഞി വാക്കാട്ട് വീട്ടിൽ പറയത്തിനായ രാമകൃഷ്ണന്റെ മകൻ സുമേഷും തമ്മിലും നാട്ടിക വടക്കേക്കുറ്റി അയ്യപ്പന്റെ മകൾ അഖിലയും എറണാകുളം മാലിപ്പുറം തെക്കേപ്പറമ്പിൽ സത്യന്റെ മകൻ നിതിനും തമ്മിലായിരുന്നു വിവാഹം. വിവാഹിതർക്ക് 5 പവൻ സ്വർണവും 50,000 രൂപയും സമ്മാനമായി ആൽഫ നൽകി. ആൽഫ ചെയർമാൻ കെ എം നൂറുദ്ദീൻ, രക്ഷാധികാരി ഡോക്ടർ ടി എ സുന്ദർ മേനോൻ, ഫിനാൻസ് ഡയറക്ടർ അനിത ബാലി, ചീഫ് പ്രോഗ്രാം ഓഫീസർ സുരേഷ് ശ്രീധരൻ, കയ്പമംഗലം SI KJ ജിനേഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഇതോടെ ആൽഫയുടെ നേതൃത്വത്തിൽ 74 നിർധന യുവതികളാണ് വിവാഹിതരായത്. കോടാലി പുത്തനോളിയിൽ നാട്ടാന ചരിഞ്ഞു. പ്രദേശവാസിയായ പാപ്പാന്റെ വീടിന് സമീപം സ്വകാര്യ പറമ്പിൽ തളച്ചിരുന്ന 20 വയസ്സുള്ള ആക്കാവിള കണ്ണൻ എന്ന ആനയാണ് ചരിഞ്ഞത്. കൊല്ലം മുഖത്തല സ്വദേശിയുടേതാണ് ആന. എലിഫന്റ് സ്ക്വാഡ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. തിങ്കളാഴ്ച പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം കോടനാട് കൊണ്ടുപോയി സംസ്കരിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധവും പുരോഗമന ചിന്തയും ഉണ്ടാക്കുന്നതാണ് ആധുനിക വിദ്യാഭ്യാസം എന്ന് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അഭിപ്രായപ്പെട്ടു. പൊതുവിദ്യാഭ്യാസ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി എളവള്ളി വാഗ മാലതി UP സ്കൂളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്നൊരുക്കിയ കൂട്ടമണി ഹ്രസ്വചിത്രത്തിന്റെ പ്രദർശനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മുരളി പെരുന്തലി MLA യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് UK ലതിക, മുല്ലശ്ശേരി AEO BA ബീന, ജനപ്രതിനിധികൾ, പ്രധാനാധ്യാപിക ML പൗളി, PTA പ്രസിഡന്റ് മുജീബ് റഹ്മാൻ, സ്കൂൾ മാനേജർ K വാസന്തി തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിൽ UK-യിൽ നിന്നുള്ള സംഘം സന്ദർശനം നടത്തി. 17 പേരടങ്ങുന്ന സംഘമാണ് പാവറട്ടിയിലെത്തിയത്. തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ജോസഫ് പുവത്തുകാരൻ സംഘാംഗങ്ങളെ സ്വീകരിച്ചു. ഹെൽത്ത് കെയർ വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന സംഘമാണ് സന്ദർശനം നടത്തിയത്. പ്രിൻസിപ്പൽ ഡോക്ടർ ഏഞ്ചല നാനധറയുടെ നേതൃത്വത്തിലാണ് സംഘം പാവറട്ടിയിലെത്തിയത്. VT ജോൺ, NJ ലിയോ തുടങ്ങിയവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. വിദ്യാർത്ഥികൾക്കായി അറിവിന്റെ വാതായനങ്ങൾ തുറന്ന കഴിമ്പ്രം VPMS SNTP ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗവേഷണ ലൈബ്രറി. യൂണിവേഴ്സിറ്റികളുടെ മാതൃകയിൽ രൂപം നൽകിയ ഗവേഷണ ലൈബ്രറി തീരദേശത്തെ മറ്റു വിദ്യാലയങ്ങൾക്ക് മാതൃകയാണ്. ശതവാർഷികം പിന്നിട്ട കഴിമ്പ്രം സ്കൂളിന് അഭിമാനമാവുകയാണ് മഹാകവി കുമാരനാശാന്റെ സ്മരണയിലുള്ള ഗവേഷണ ലൈബ്രറി. 9 വർഷം മുൻപ് അന്നത്തെ പ്രിൻസിപ്പാൾ VG ബാബു, ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് എന്നിവർ അടക്കമുള്ളവർ മുൻകൈയെടുത്ത് നടപ്പാക്കിയതാണ് പദ്ധതി. പുതിയ പഠന സമ്പ്രദായത്തിൽ വന്ന മാറ്റമാണ് സ്കൂളിലെ ഗവേഷണ ലൈബ്രറി എന്ന ആശയത്തിന് വഴിമരുന്നായത്. വായിക്കാനെടുക്കുന്ന പുസ്തകങ്ങൾ പിന്നീട് തിരികെ മടക്കി നൽകുന്ന പഴയ സ്കൂൾ ലൈബ്രറി എന്ന സങ്കല്പമല്ല കഴിമ്പ്രം സ്കൂൾ ഗവേഷണ ലൈബ്രറി പിന്തുടരുന്നത്. മറിച്ച് പഠനാന്തരീക്ഷം നിലനിൽക്കുന്ന ലൈബ്രറിയിലെത്തി തെരഞ്ഞെടുത്ത പുസ്തകങ്ങൾ ഗൃഹപാഠം ചെയ്യാൻ കുട്ടികൾക്ക് പ്രേരകമാകുന്നു. ഗവേഷണ കുതുകികളായ വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നതാണ് മഹാകവി കുമാരനാശൻ സ്മാരക ഗവേഷണ ലൈബ്രറി എന്ന് ലൈബ്രറി കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ R സുരേഷും കൺവീനർ PV സുദീപ് കുമാറും പറയുന്നു. ഏതാണ്ട് 40 ലക്ഷത്തോളം രൂപയാണ് നമുക്കിതിൻ്റെ കെട്ടിടം ഉൾപ്പെടെ ചിലവ് വന്നത്. ഉയർന്ന തലങ്ങളിൽ പഠിക്കുന്ന, യൂണിവേഴ്സിറ്റി തലങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ ബുക്കുകൾ അവരിവിടെ വരികയും എടുക്കുകയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവർ നടത്താറുണ്ട്. അന്വേഷിച്ച് അറിവുകൾ കണ്ടെത്തുക, ക്ലാസ് മുറിക്കകത്ത് നിന്നും ക്ലാസ് മുറിക്ക് പുറത്തേക്ക് പോയും അറിവുകൾ കണ്ടെത്തുക. ഒരു ഗവേഷണോന്മുഖമായി കുട്ടികൾക്ക് ഇരുന്ന് പ്രോജക്റ്റും മറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന അത്തരം പഠനാനുഭവങ്ങൾ കുട്ടികൾക്ക് നിർമ്മിക്കാൻ പറ്റുന്ന ഒരു പഠന കേന്ദ്രം എന്ന നിലയിലാണ് ഈ ലൈബ്രറി ഒന്ന് കൺസീവ് ചെയ്തത്. 40 ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ലൈബ്രറി സംസ്ഥാനത്ത് തന്നെ മികച്ചതെന്ന് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി MA ബേബിയാണ്. പത്മശ്രീ MA യൂസഫലി 5 ലക്ഷം രൂപ നൽകി ലൈബ്രറിക്ക് തുടക്കത്തിൽ തന്നെ പിന്തുണ നൽകി.
9 വർഷം പിന്നിടുന്നതിനിടെ ഗവേഷണ ലൈബ്രറി കുട്ടികൾക്ക് ഏറെ ഊർജം പകരുന്നതായി മാറിക്കഴിഞ്ഞു. നോവലും കഥകളും ചെറുകഥകളും യാത്രാ വിവരണങ്ങളും പദ്യങ്ങളും ഉൾപ്പെടെ സമൃദ്ധമായ അറിവ് നുകരാൻ നിരവധി കുട്ടികൾ ലൈബ്രറിയിലെത്തുന്നു. ഉയർന്ന വിദ്യാഭ്യാസത്തിന് സഹായകമാകുന്ന ഗവേഷണ പുസ്തകങ്ങൾ തേടിയെത്തുന്ന വിദ്യാർത്ഥികളും ഇതിലുണ്ട്. 13 ലക്ഷത്തോളം രൂപയുടെ പുസ്തകങ്ങൾ ലൈബ്രറിയുടെ ശേഖരത്തിലുണ്ട്. ഗവേഷണ ലൈബ്രറിയിലൂടെ മികച്ച വായനാനുഭവവും കുട്ടികൾക്ക് ലഭ്യമാകുന്നു. TCV തൃപ്രയാർ. കേരള സ്റ്റേറ്റ് സെക്യൂരിറ്റി ആൻഡ് ഹൌസ് കീപ്പിംഗ് എംപ്ലോയീസ് ഫെഡറേഷൻ CITU സംസ്ഥാന ജനറൽ കൌൺസിൽ യോഗം ഗുരുവായൂരിൽ നടന്നു. KV അബ്ദുൽ ഖാദർ MLA ഉദ്ഘാടനം ചെയ്തു. മുൻ MLA ബാബു M പാലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MC സുനിൽകുമാർ, CITU ചാവക്കാട് ഏരിയ പ്രസിഡന്റ് TT ശിവദാസൻ, KF ഡേവിസ്, V ഹരിദാസ് എന്നിവർ സംസാരിച്ചു. മുല്ലശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ജനറേറ്റർ സംവിധാനവും ഫിസിയോതെറാപ്പി യൂണിറ്റും പ്രവർത്തന സജ്ജമായി. മുരളി പെരുന്നലി MLA ജനറേറ്റർ സംവിധാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് 5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ഫിസിയോതെറാപ്പി യൂണിറ്റ് ഒരുക്കിയിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VK രവീന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷനായി. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് AK ഹുസൈൻ, ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ KT സുജ, ജനപ്രതിനിധികളായ KV മനോഹരൻ, മേരി പ്രിൻസ്, ജിഷ പ്രമോദ്, VR സന്തോഷ് എന്നിവർ സംസാരിച്ചു. കേരള ആർട്ടിസാൻസ് അസോസിയേഷൻ കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ ജില്ലാ സമ്മേളനം ചാലക്കുടിയിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ജയന്തി പ്രവീൺ കുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് TN അശോകൻ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി കോഴിവിള രവി, ജില്ലാ സെക്രട്ടറി PP ബാബു, ജോയിന്റ് സെക്രട്ടറി AV രഞ്ജു, വൈസ് പ്രസിഡന്റ് UK ശിവൻ എന്നിവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്ത് വെള്ളത്തേരി ആദൂർ റോഡിന്റെ ഉദ്ഘാടനം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KM നൌഷാദ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് സുഗിജ സുമേഷ് അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജലീൽ ആദൂർ, KR സിമി, KK മണി എന്നിവർ സംസാരിച്ചു. പ്രധാനമന്ത്രി കിസാൻ നിധി സമ്മാൻ പദ്ധതിയുടെ കയ്പമംഗലം നിയോജക മണ്ഡലതല ഉദ്ഘാടനം ET ടൈസൺ MLA നിർവഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ആബിദ് അലി അധ്യക്ഷത വഹിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ MH മുഹമ്മദ് ഇസ്മായിൽ, എറിയാട് കൃഷി ഓഫീസർ ശശി മേനോൻ, മതിലകം കൃഷി ഓഫീസർ ബൈജു ബേബി, ജനപ്രതിനിധികൾ, കാർഷിക വികസന സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു. ഗീതാ ഗോപി MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് മുഖ്യാതിഥിയായിരുന്നു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VR സരള, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷീല വിജയകുമാർ, PK ലോഹിതാക്ഷൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സോഫി ഫ്രാൻസിസ്, സദീപ് ജോസഫ് എന്നിവർ പങ്കെടുത്തു. കേരള സർക്കാരിന്റെ 1000 ദിനാഘോഷ പദ്ധതികളുടെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭയിലെ 20 വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള നിയോജക മണ്ഡലതല ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ശിവപ്രിയ സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ PK ബിജു MP മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ വൈസ് ചെയർമാൻ അനൂപ് കിഷോർ, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ KS കൃപകുമാർ, വടക്കാഞ്ചേരി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ MR നാരായണൻ, NK പ്രമോദ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ചേർപ്പ് ബ്ലോക്ക് തല ഉദ്ഘാടനം നടന്നു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VR സരള പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT സണ്ണി അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ KK ജയൻ പദ്ധതി വിശദീകരിച്ചു. അവണിശ്ശേരി കൃഷിഭവൻ ഓഫീസർ ഷീബ, അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സൂര്യ ശോഭി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KA പ്രദീപ്, NP തങ്കമണി എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ നേതൃത്വത്തിൽ വെള്ളറക്കാട് നൂറുൽ ഹുദ മദ്രസയിൽ ഷൈഖൂന അത്തിപ്പറ്റ ഉസ്താദ് അനുസ്മരണവും ദുആ മജ്ലിസും നടന്നു. അബ്ദുൽ ലത്തീഫ് ബാഗവി ഉദ്ഘാടനം ചെയ്തു. ഉസ്മാൻ ദാരിമി അധ്യക്ഷനായി. അബ്ദുൾ റഹ്മാൻ അൻവരി മുഖ്യപ്രഭാഷണം നടത്തി. മുഹമ്മദ് ഫൈസി അത്തിപ്പറ്റ അനുസ്മരണ പ്രഭാഷണം നടത്തി. സംസ്ഥാന ഇസ്ലാമിക് കലാമേളയിൽ 1ാം സ്ഥാനം നേടിയ ഫായിസ് പരീദ്, സക്കരിയ നിസാമി എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. പാറളം പഞ്ചായത്തിൽ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം നിർമ്മാണം പൂർത്തിയായ വീടുകളുടെ താക്കോൽദാനവും പകൽ വീടിന്റെ ഉദ്ഘാടനവും നടന്നു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് താക്കോൽദാനം നിർവഹിച്ചു. ഗീതാ ഗോപി MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VR സരള, പാർലം പഞ്ചായത്ത് പ്രസിഡന്റ് സദീപ് ജോസഫ് എന്നിവർ സംസാരിച്ചു. കേച്ചേരി വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലെ നൈപുണ്യ വികസന വിഭാഗം നെന്മണിക്കര ഗ്രാമത്തിൽ നടപ്പാക്കുന്ന നൈപുണ്യ വികസന പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഭാഗമായി നെന്മണിക്കര MK
UP സ്കൂളിൽ ആദ്യഘട്ട പരിശീലനം ആരംഭിച്ചു. LED ബൾബ്, LED ട്യൂബ് എന്നിവ നിർമ്മിക്കുന്നതിനുള്ള പരിശീലനമാണ് നടത്തിയത്. വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പരിശീലനത്തിന് നേതൃത്വം നൽകി. പദ്ധതിയുടെ ഉദ്ഘാടനം തൃശൂർ സിറ്റി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ VK രാജു നിർവഹിച്ചു. ചടങ്ങിൽ നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് അംഗം VR സുരേഷ് അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ പ്രവർത്തകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ 100ഓളം പേർ പങ്കെടുത്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ആമ്പലൂർ ഏരിയ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം അമ്മിണി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് S രാജൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി PC കുമാരൻ, KV ഭാസ്കരൻ, RV സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. കടപ്പുറം പുതിയങ്ങാടി ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിന്റെ 67ാം വാർഷികാഘോഷവും MP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ചുറ്റുമതിൽ ഉദ്ഘാടനം CN ജയദേവൻ MP നിർവഹിച്ചു. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് PK ബഷീർ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം ശ്രീബ രതീഷ്, PTA പ്രസിഡന്റ് KM ഹുസൈൻ, OSA പ്രസിഡന്റ് സുബൈർ തങ്ങൾ, ചാവക്കാട് AEO അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകളിലെ താന്ത്രിക പ്രാധാന്യമേറിയ ഉത്സവബലി ദർശനത്തിന് 10,000-ങ്ങളെത്തി. ക്ഷേത്രോത്സവത്തിന് 9ാം ദിവസമായ തിങ്കളാഴ്ച ഗ്രാമബലിയും പള്ളിവേട്ടയും നടക്കും. മാള പൊയ്യയിൽ 85-കാരിയെ പീഡിപ്പിച്ച കേസിൽ മധ്യവയസ്കനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൊയ്യ സ്വദേശി അഴീക്കോട്ടുകാരൻ രാജുവാണ് അറസ്റ്റിലായത്. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഗുരുവായൂർ അടുത്തിച്ചാൽ പദ്ധതി കമ്മീഷൻ ചെയ്യാനൊരുങ്ങുന്നു. പൂർത്തിയാകാത്ത പദ്ധതി അശാസ്ത്രീയമെന്ന് ആക്ഷേപം. ആദിവാസികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കുമുള്ള ഫണ്ട് ഭൂരിഭാഗവും ഇടനിലക്കാർ കൈയടക്കുകയായിരുന്നുവെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധിയിൽ ആദിവാസികളെ ചേർക്കുന്ന പദ്ധതിക്ക് വാഴച്ചാലിൽ തുടക്കമായി. പ്രകൃതിയെ സംരക്ഷിച്ചുള്ള പദ്ധതികളാണ് ഇക്കോ ടൂറിസത്തിൽ നടപ്പിലാക്കുകയെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ. ചിറ്റണ്ട, ചെറുചക്കിച്ചോല, കുന്നംകുളം, കിളിപ്പാടം ടൂറിസം പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.